വയനാട് ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നും പുനരധിവാസ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ വയനാട് സന്ദർശിക്കുന്ന സമയത്ത് ഈ ദുരന്തം നടന്ന 3 വാർഡുകളിൽ പ്രധാനപ്പെട്ട വാർഡായിട്ടുള്ള 10ാം വാർഡിലെ മെമ്പറെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹവുമായി കുറച്ചധികം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ആ കാര്യങ്ങൾ, അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ ഇന്നത്തെ അവസ്ഥ, എങ്ങനെയാണ് അവരുടെ ജീവിതം, അതൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുമൻ സാറേ, 10ാം വാർഡാണ്, 10ാം വാർഡിന്റെ മെമ്പറാണ്. അതെ. ഇപ്പോൾ നിലവിലെ സ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുരന്തം ആ മേഖലയിലുണ്ടാകുന്ന കേൾക്കുന്നുണ്ട്. തീർച്ചയായും. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ? നമുക്കിപ്പോൾ ഉരുൾപൊട്ടൽ വന്നിട്ട് ഏകദേശം 120 ദിവസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റെപ്പ് വരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആശ്രിതരും നമ്മളെ വാർഡിലെ ആൾക്കാരൊക്കെ കംപ്ലീറ്റ് നിൽക്കുന്നത് വാടക വീടുകളിലാണ്. വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എത്ര വലിയ സന്നദ്ധ സംഘടനകൾ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ ഈ സംഘടനകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അങ്ങനെ കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ബാങ്ക് ലോൺ ഇഷ്ടംപോലെ പേർക്കുണ്ട്. 34 കോടിയോളം രൂപ ഈ 3 വാർഡുകളെ കേന്ദ്രീകരിച്ച് ബാങ്ക് ലോൺ, വിവിധ വായ്പകൾ എടുത്ത ആൾക്കാരുണ്ട്. കാർഷിക ലോണ്, ഭവന വായ്പ, വിദ്യാഭ്യാസ ലോണ്, കുടുംബശ്രീ ലോണ്, അങ്ങനെ കുറേ ലോണുകളുണ്ട്. ഇതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഒന്നും ഒരു സംഭവം നടക്കുന്നില്ല. അതിനൊരു ഗവൺമെൻറ് ഒരു നോംസും പറയുന്നില്ല. ഗവൺമെൻറ് എന്തെങ്കിലും പറഞ്ഞാലാണ് നമുക്കൊരു ആശ്വാസം കിട്ടുള്ളൂ. കൊറോണ വന്ന പറഞ്ഞിരുന്നു. ഇപ്പോൾ നിലവിലുള്ള ലോണിൻ്റെ സ്ഥിതി ബാങ്കുകാരോട് ചോദിക്കുമ്പോൾ അവരും കൈമലർത്തുന്ന സ്ഥിതിയുള്ളത്. ഇപ്പോൾ ആൾക്കാരെയൊക്കെ ബാങ്കുകാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു നേരത്തിന് അന്നത്തിന് വരെ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയമാണ്. ജോലിയും കാര്യം പോകാത്ത അവസ്ഥയാണ്. അത് ബാങ്കുകാരുടെ ചൂഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കർഷകൻ്റെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാർഷിക ഭൂമികൾ ചെറുകിട കർഷകർ കംപ്ലീറ്റ് ഭൂമികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെ പ്രദേശത്ത് തോട്ടം തൊഴിലാളി മേഖലയാണ്. അവിടെ തോട്ടം തൊഴിലാളികൾക്ക് ജോലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അവിടെയുള്ള ജോലിയുള്ള ആൾക്കാർ കംപ്ലീറ്റ് പറയുന്നത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ്. അങ്ങ് മാനന്തവാടി മുതൽ ഇങ്ങേ തല വരെ കിടക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലും. അപ്പോൾ അവർക്ക് ജോലിക്ക് വന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയൊരു നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ റവന്യൂയുടെ ചെക്ക് കൗണ്ടറുണ്ട്. അതുപോലെ തന്നെ 3-4 പോലീസ് പോസ്റ്റ് ഉണ്ട്. അവിടെ ജനിച്ച് വളർന്നവനക്ക് വരെ പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇന്നലെയൊക്കെ അതിന് വേണ്ടി വലിയ ഒച്ചപ്പാടും ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്കൊരു വിളി വന്നിട്ടുള്ളൂ. നിങ്ങളുടെ അടുത്ത് ബൈറ്റ് തരുന്ന സമയത്ത് ഇന്നലെ വരെ ഓട്ടോകൾ വിട്ട ആൾക്കാരെ ഇന്ന് ഓട്ടോ വിടുന്നില്ല, അവർക്ക് പാസ് എടുത്ത് പോകണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ കലക്ടറേറ്റ് വിടുന്ന ഞാൻ മെയിൽ അയച്ചിട്ടുള്ളൂ ഈ വിഷയങ്ങൾ കംപ്ലീറ്റ് വെച്ചിട്ട്. അതിനൊരു തീരുമാനമുണ്ട്. എങ്ങനെ നമ്മൾ നോക്കിയാലും പ്രതിസന്ധിയൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഒന്നും നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. എൻ്റെ ജനനസ്ഥലം അവിടെയാണ്. ഞാൻ പഠിച്ച സ്കൂളുകളില്ല, നമ്മൾ പോകുന്ന അമ്പലങ്ങളില്ല, പള്ളികളില്ല, അക്ഷയ സെൻറ്ററുകളില്ല, ടൗണുകളില്ല. എല്ലാ മേഖലകളിലും എന്താ പറയുക, ഒരു ശൂന്യതയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് എത്ര കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. മക്കളുടെ പഠനം കാര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ടും പ്രയാസത്തിലാണ്. ഗവൺമെൻറ്റിൻ്റെ ഇതുവരെ ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭൂമി കണ്ടെത്തിയ ഭൂമി തന്നെ ഹൈക്കോടതിയിൽ കേസായി കിടക്കുകയാണ്. 2 ഭൂമി കണ്ടെത്തിയതിൽ സന്നദ്ധ സംഘടനകളും മറ്റുള്ള രാഷ്ട്രീയ സന്നദ്ധകളൊക്കെ നമുക്ക് വീടുകൾ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ച് തരുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടൊരു ഭൂമി കൊടുത്താലേ ഈ പറഞ്ഞ സന്നദ്ധ സംഘങ്ങൾക്ക് വീട് വയ്ക്കാൻ കഴിയുള്ളൂ. അതിലൊക്കെ വലിയൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പറയുന്നു 120 ദിവസമായി. ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ദുരിതബാധിതരെ ചിലരെ കണ്ടു. ഒരു വിഷ്വൽസ് നമ്മൾ കാണിക്കുന്നില്ല, നമ്മൾ എടുത്ത് വെക്കുന്നില്ല. അവർ പറഞ്ഞത് ഈ സർക്കാർ ഭൂമി കണ്ടെത്തി തരുമ്പോഴേക്കത് സമയമെടുക്കും, ഞങ്ങളുടെ ബന്ധുക്കളെടുത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ അനുയോജ്യമായ സ്ഥലത്ത് ഞങ്ങൾ ഭൂമി കണ്ടെത്തിക്കൊള്ളാം, അതൊന്ന് വാങ്ങി തന്നാൽ ഞങ്ങൾക്ക് മറ്റ് സംഘടനകൾ ആരെങ്കിലും വീട് വെച്ച് തന്നോളും, അതിനെങ്കിലും ഒരു നടപടി എടുക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. തുടക്കം മുതലേ ഈ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഗവൺമെൻറ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് പറയാം. എമൗണ്ട് പറഞ്ഞാൽ അവർ വേണമെങ്കിൽ എത്ര എമൗണ്ട് കൊടുത്താൽ അവർ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടൗൺഷിപ്പ് ഒന്നും പ്രായോഗികമല്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഗവൺമെൻറ് ഇപ്പോഴും ടൗൺഷിപ്പിൻ്റെ പുറകിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ വീടും സ്ഥലവും പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നിശ്ചിത എമൗണ്ട് തരിക. എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ കുടുംബക്കാരന് മുമ്പ്, ആശ്രിതരുടെ മുമ്പിൽ അവിടെ ഇവിടെയൊക്കെ വീട് വെച്ച് നിൽക്കുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഒറ്റയടിക്ക് പുനരധിവാസം നടത്തുന്ന പ്രായോഗികമല്ല. പണ്ട് ഇതിൻ്റെ മുമ്പ് മീറ്റിംഗ് വിളിച്ച് അന്നത്തെ ചീഫ് സെക്രട്ടറിയായ വേണു സാർ പറഞ്ഞത് 1036 വീടുകൾ വേണമെന്നാണ് പറഞ്ഞത്. അത് 3 വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഡാറ്റ പ്രകാരം, റവന്യൂ ഡാറ്റ പ്രകാരം നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടത് 400ഓളം വീടുകളാണ്. ആ വീടുകൾക്കെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന്, അതായത് എല്ലാം നഷ്ടപ്പെട്ടതിന് പരിഗണന വേണം.
അതിൻ്റെ ശേഷം മറ്റുള്ളവരും പരിഗണിക്കുന്ന തെറ്റും കാര്യങ്ങളും. ആദ്യ പരിഗണന എല്ലാം നഷ്ടപ്പെട്ടവന്, ഭൂമി നഷ്ടപ്പെട്ടവന്, വീട് നഷ്ടപ്പെട്ടവന്, അവൻ്റെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ട് അവനെ എന്താ പറയുക സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ആദ്യം. ഗവൺമെൻറ് ആയാലും ശരി, ലോക്കൽ ബോഡി ആയാലും ശരി, സന്നദ്ധ സംഘടനയിലായാലും ശരി, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം ചെയ്യേണ്ട ആ ഒരു സംഭവം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ നടക്കുന്നത്. ടൗൺ ശൂന്യമാണ്. ടൗണിൽ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ കറണ്ട് കൊടുക്കാം. ടൗണുകൾ തുറക്കാൻ കഴിയുന്നു. ടൗണിൽ ഇതുവരെ കറണ്ടുകൾ വന്നില്ല. കുറേ കടകൾ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നിരവധി പുഴകൾ. ആ മേഖലയിലേക്ക് ആൾക്കാർക്ക് കടന്നു പോകാൻ, അതായത് പിന്നെ അവിടെ താമസിച്ചിരുന്നവർക്കോ മറ്റുള്ളവർക്കോ പോലും പോകാൻ കഴിയുന്നില്ല. പാസിൽ നിയന്ത്രിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെ, അതിനെന്തായിരുന്നു അതിന് കാരണമാണ്? അതിൽ ഇതിൻ്റെ മുമ്പ് നമുക്ക് ഒരു 47ഓളം ബോഡികൾ മിസ്സിംഗ് ഉണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് അതിന് നമ്മൾ ആൾക്കാർ കംപ്ലീറ്റ് പറഞ്ഞു. കാരണം ഞങ്ങളൊക്കെ ആശ്രിതരും എൻ്റെ മക്കളും കുടുംബങ്ങളൊക്കെ മരണപ്പെട്ട ഒരു പ്രദേശമാണ്. ആ മണ്ണിൽ ചവിട്ടി നിങ്ങൾ ടൂറിസം അവിടെ പോയിട്ട് ഈ പറഞ്ഞ സെൽഫി കാര്യങ്ങൾ എടുക്കുന്നതിലൊക്കെ അത് അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. കാരണം നമുക്കൊക്കെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഓടൊപ്പം തന്നെ അവർ വരണ്ട. ഇപ്പോഴും നമുക്ക് ഈ പറഞ്ഞ നിലവിലുള്ള ബോഡികളെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ട് അതുപോലെ മിസ്സിംഗ് കേസ് നമ്മൾ ഡെത്ത് കേസായി പോകട്ടെ. എന്നിട്ട് അവർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടട്ടെ, ആ കുടുംബങ്ങൾക്കുള്ള ആനുകൂല്യം കിട്ടട്ടെ, ആ ഡെത്തായി പരിഗണിക്കുകയാണെങ്കിൽ പിന്നെ ആൾക്കാർ വരുന്നതിന് കുഴപ്പമില്ല. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇവർക്ക് കുഴപ്പമില്ല. ഇപ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ ജനിച്ച് വളർന്നവൻ, അവനക്ക് ഈ പറയുന്നവനെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. വേലിപ്പാലം കടന്ന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. തോട്ടം മേഖലയിൽ ജോലിക്ക് പോകാൻ കഴിയാറുണ്ട്. പശുക്കളെ കറക്കാൻ പോകാത്ത അവസ്ഥയുണ്ട്. ഈ വൃശ്ചിക മാസത്തിൽ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഇതൊക്കെ നമ്മൾ പറയുന്ന എൻ്റെ വാർഡിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് സേഫായി സോണായിട്ട് ഏരിയ. ആ ഭാഗങ്ങൾക്ക് വരെ നിയന്ത്രണം വരുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ അടക്കം ചൂരമല ടൗണിൽ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം വൈകിട്ട് സമയങ്ങളിൽ അമ്പലങ്ങളിൽ പോകാൻ പറ്റില്ല, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആൾക്കാരെ അവർക്കൊക്കെ ഈ പറഞ്ഞ പാസ് കൊണ്ട് ഒരു പ്രായോഗികമല്ല. നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെങ്കിലും പാസ്സില്ലാതെ അവൻ്റെ നാട് പോയിട്ട് അവനക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. മെയിൻ അതപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഇതിനൊക്കെ വിഷയമായി വരുമ്പോൾ ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അതിലൊരു തീരുമാനം എടുക്കാം, ഐകണ്ഠന തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെക്രട്ടറി അതുപോലെ തന്നെ പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കാനുള്ളതിന് അതിൻ്റെ ശേഷം അത് കളക്ടർക്ക് ഫോർവേഡ് ചെയ്യണം. അതൊന്ന് എത്രയും പെട്ടെന്ന് ചെയ്യണം. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് പ്രദേശം വാസയോഗ്യമായ പ്രദേശങ്ങളുണ്ട്. വാസയോഗ്യ പ്രദേശത്തിൽ അവിടെ ആൾക്കാർ വരണം. വന്ന് താൽക്കാലികപരമായിട്ടാണെങ്കിൽ അവർക്ക് താമസികളുടെ സൗകര്യം ഉണ്ടാക്കണം. വന്യമൃഗശല്യങ്ങൾ രൂക്ഷമാണ് ഇപ്പോൾ. കാരണം അവിടെയുള്ള ഫ്ലഡ് വന്ന ശേഷം നമുക്ക് പിന്നെ കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. ആ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നന്നാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള ആൾക്കാർ താൽക്കാലികമായി വന്ന് താമസിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അവിടെ ആൾക്കാരുടെ 80% ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ വരാൻ താല്പര്യമല്ല, വരുന്നില്ല. കാരണം നമ്മളെ കണ്ട കാഴ്ച അങ്ങനെയാണല്ലോ. നമ്മളെ പ്രദേശം എന്താ പറയുക, പച്ചപ്പിൻ്റെയും നല്ല പിന്നെ AC ക്ലൈമറ്റും അതുപോലെ തന്നെ ഉള്ളൊരു പ്രദേശത്തിൽ ഇപ്പോൾ ആ പ്രദേശമൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ജനിച്ചു വളർന്നവന്. അവർക്ക് വരണ്ട, അവൻ്റെ ഭൂമി പോട്ടെ, എനിക്ക് ഇറങ്ങിയൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തിൽ വരുന്നില്ല നടക്കുമ്പോൾ അതാണ് ഈ പ്രാവശ്യം പോളിംഗ് നടന്ന സമയത്ത് നമുക്ക് ശതമാനം കുറയാനും കാരണം. ഞങ്ങളൊക്കെ വീട് വിടാന്തരം പോയിട്ട് അവനെ വോട്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും അവനക്ക് അവൻ്റെ മാനസികാവസ്ഥ അവന് തയ്യാറാകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേ പാർലമെൻറ്റ് ഇലക്ഷനിൽ എൻ്റെ വാർഡിൽ 68% പോളിംഗ് നടന്നു. ഇപ്രാവശ്യം 55-50% പോളിംഗ് നടന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ 120 ദിവസം കഴിഞ്ഞല്ലോ. 120 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ സത്യത്തിൽ പുനരധിവാസ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് തന്നെ. സർക്കാരിൻ്റെ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ ഒരു 600 കോടിയിലധികം രൂപ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഇവിടെ? നമുക്ക് പറഞ്ഞില്ല, തുടക്കം തന്നെ നമ്മളെ കേരള ഗവൺമെൻറ് ഈ പറഞ്ഞ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വാടക കൊടുക്കലും തുടക്കം മുതൽ അടിയന്തര സഹായമൊക്കെ കിട്ടി. വാടക അന്ന് മുതൽ എല്ലാ മാസവും വാടക കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഇന്നലെ ഇന്നായിട്ട് കുറച്ച് പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട്, കുറച്ച് പേര് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അന്ന് നമ്മളോട് പറഞ്ഞ് ഗവൺമെൻറ് പറഞ്ഞ് അടിയന്തര സഹായം 10,000 കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവർ നിൽക്കുന്ന സമയം വരെ ഒരു 3 മാസം കണ്ടിന്യൂ ആയിട്ട് 300 രൂപ വെച്ചൊരു കുടുംബത്തിൽ 2 പേർക്ക് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഈ മാസം കൊടുത്തിട്ടൊന്നുമില്ല, കിട്ടിയിട്ടൊന്നും. എത്ര മാസം അത് തുടർച്ചയായിട്ട് കൊടുത്തിട്ട്? 1 മാസം കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുള്ളൂ. അടുത്ത മാസത്തിൻ്റെ കാര്യം ചോദിക്കും. ചില കുടുംബങ്ങൾക്ക് മാത്രം 50,000 രൂപ കയറിയിട്ടുള്ളൂ. അത് നമ്മൾ ഈ ഗവൺമെൻറ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പ്രധാനമന്ത്രി വന്ന് സന്ദർശിച്ചു പോയില്ലേ? അന്ന് സന്ദർശിച്ച് പോയിട്ട് നമുക്ക് കുറേ നമ്മൾ വളരെ പ്രതീക്ഷയിലായിരുന്നല്ലോ അദ്ദേഹം വന്നു പോകുന്ന സമയത്ത്. പ്രത്യേക ഒരു പാക്കേജിനെ നമ്മൾ വയനാടും നമ്മൾ ചൂരമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കും വിചാരിച്ചു. ഒരു പാക്കേജും നമ്മൾ പ്രഖ്യാപിച്ചില്ല. SDR ഫണ്ടാണ് മൂപ്പർ ഇപ്പോഴും എടുത്തു പറഞ്ഞത്. SDR ഫണ്ട് നമുക്കറിയാമല്ലോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും വകയിരുത്തി വെച്ചിട്ടുള്ളതാണ്. ദുരന്തം വരുന്ന സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളും വകയിരുത്തി വെച്ചിട്ടുള്ളതാണ്. SDR ഫണ്ടോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു SDR ഫണ്ട് നമുക്ക് പറയുമ്പോൾ വകയിരുത്തപ്പോൾ ഒരു വീടിന് 1 ലക്ഷം രൂപ കിട്ടുള്ളൂ ആണല്ലോ. ഒരു കിലോമീറ്റർ ടാർ ചെയ്യുന്നതിന് റോഡ് നന്നാക്കാൻ നമുക്ക് എത്രയായിട്ട് 68,000 രൂപ കിട്ടുള്ളൂ. ഒരു പാലം പണിയാൻ 2 ലക്ഷം രൂപ കിട്ടുള്ളൂ. ഇതൊക്കെയാണ് SDRFൻ്റെ ഫണ്ടിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ആന്ധ്രയിൽ ദുരന്തം നടന്നല്ലോ, 70,000 കോടി കൊടുത്തില്ലേ?
മറ്റുള്ള സംസ്ഥാനങ്ങൾ കൊടുക്കുന്നില്ലേ, അവർ സെപ്പറേറ്റ് പാക്കേജ് വെക്കുന്നില്ലേ. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഈ പ്രദേശത്ത് ഒരു പ്രത്യേക പരിഗണന കാണണം, കണ്ടേ മതിയാവും. 3 വാർഡാണ് പറഞ്ഞിട്ടില്ല, ആ നാടന്നെ പോയി, മേപ്പാടിയുടെ ഒരു ഭാഗം തന്നെ ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കിട്ടിയേ മതിയാവും. ഒരു പ്രത്യേക പാക്കേജ് വെച്ച് അതിൻ്റെ ഒരു മാനദണ്ഡം നമുക്ക് ഉണ്ടാക്കണം. ഒരു ശരാശരി ഒരു മനുഷ്യന് വീട് മാത്രം പോരല്ലോ, അവനക്ക് എല്ലാ കാര്യങ്ങളും കിട്ടണം. നമ്മളെ മക്കളെ പഠിത്തത്തിലും അവൻ്റെ ജോലി സംബന്ധമായി ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഒരു കർഷകൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അറിയാം. അവനക്ക് ഒരു കർഷകന് 35 വയസ്സ് മുതൽ അധ്വാനിക്കാൻ തുടങ്ങിയാൽ മാക്സിമം അധ്വാനിച്ച് തോട്ടം ഉണ്ടാക്കുമ്പോൾ 60 വയസ്സ് കഴിയും. 60 ദിവസം പിന്നെ കർഷകനക്ക് പിന്നെ അവന് അതിനുള്ള ഒരു 60 വയസ്സിൻ്റെ അധ്വാനം ഒരു ദിവസം കൊണ്ടുപോയത്. അപ്പോൾ അവനക്കും അതിൻ്റെ നഷ്ടപരി അവർക്കും കിട്ടണം. ആ കർഷകൻ്റെ രീതിയിൽ പരിഗണന കൊടുക്കണം. അവിടെ ഏതൊക്കെ ട്രേഡ് മേഖലകളുണ്ടായാലും ഏതൊക്കെ സംഭവം ഉണ്ടല്ലോ അവർക്കൊക്കെ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള പരിഗണന കൊടുത്ത് അവർക്ക് ഫണ്ട് കൊടുത്താലേ ഈ ജനങ്ങൾ എന്താ പറയുക നമുക്ക് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഏതായാലും വയനാടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് പ്രതിനിധികളൊക്കെ നിസ്സഹായരാണ്. കാരണം വേണ്ടപ്പെട്ടവർ ഫണ്ട് എത്തിച്ചു കൊടുത്താൽ മാത്രമേ പറ്റൂ. പഞ്ചായത്തിൻ്റെ ഫണ്ടിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഒരു മലയോര മേഖലയായിട്ടുള്ള ഒരു പഞ്ചായത്ത്, ഒരു ഗ്രാമപഞ്ചായത്ത്, ആ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ് ഇല്ലാതായിട്ടുള്ളത്. ഇവിടെ സന്നദ്ധ സംഘടനകൾ പലരും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സഹായങ്ങൾ തന്നെ മുഴുവൻ ആൾക്കാരിലേക്കും എത്താത്തത് കൊണ്ട് അതിൻ്റെ കൂടി ഒരു ദുരന്താവസ്ഥ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളാണ് അനുഭവിക്കുന്നത്. അതായത് ഒരു 1000 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ 10, 200, 300 പേർക്ക് ഏതെങ്കിലും സംഘടനകളൊന്ന് കൊടുക്കും. ബാക്കിയുള്ള ആൾക്കാർ ഇവരെ സമീപിക്കും, ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകൾ എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ അതിൽ 3-1, 2 അല്ലെങ്കിൽ 5 ആൾക്കാർക്ക് മാത്രമായി അവർ എന്തെങ്കിലും സേവനങ്ങൾ, ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തു പോകുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ സന്നദ്ധ പ്രവർത്തന മേഖലയിൽ വയനാടിനെ സഹായിക്കാൻ വരുന്നവർ ഒരു ഗ്രാമപഞ്ചായത്തോട്ട് ബന്ധപ്പെട്ട് പ്രതിനിധികളോട് ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും തുല്യമായി എത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടത് പഞ്ചായത്തുമായിട്ട് ആലോചിക്കാത്ത ഒരു കാരണവശാലും ഒന്നും ചെയ്യരുത് എന്നല്ല, അവരെ എന്തല്ലേ അത് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ഒരുപാട് പേര് നോക്കിയിരിക്കുന്നുണ്ട്. ഒരാൾക്ക് മാത്രം ഒരു സഹായം കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അത് കിട്ടാത്ത, ഒന്നും നിവൃത്തിയില്ലാത്ത കുറച്ച് പേർ നോക്കിയിരിക്കുന്നുണ്ട്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്നൊട്ടിയിരിക്കുന്ന കുറച്ച് പേരുടെ മുന്നിലേക്ക് 1-2 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ബാക്കിയുള്ളവർ നോക്കിയിരിക്കുന്നത് പോലുള്ളൊരു അവസ്ഥ വയനാടിലുണ്ട്. അപ്പോൾ ഈ സഹായം നൽകുന്നവർ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുമായി ബന്ധപ്പെട്ട്, വിശേഷിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട 10ാം വാർഡ് മെമ്പറുണ്ട്, അതുപോലെ മറ്റ് 1-2 വാർഡുകൾ കൂടി ഉണ്ട്. 3 വാർഡുകളാണ് പ്രധാനമായിട്ട്. അവരെ കൂടി കണ്ട് അവരുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഏതായാലും വയനാടിനെ മറക്കരുത്. സർക്കാർ, കേന്ദ്ര സർക്കാർ, ഇനി കേന്ദ്ര സർക്കാർ സഹായം തരുന്നില്ല, വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വയനാടിനെ മറക്കാൻ കേരള സർക്കാരും തയ്യാറാകരുത്. വളരെ പെട്ടെന്ന് തന്നെ 120 ദിവസം കഴിഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങട്ടെ. അതിനുള്ളൊരു മനസ്സുണ്ടാകട്ടെ. ഇനി ഒന്നും കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളും പഞ്ചായത്ത് പ്രതിനിധികളും എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ അല്പം സ്ഥലം, വീടില്ലാത്തവർക്ക് സ്ഥലം വാങ്ങാനുള്ള ഒരു എമൗണ്ട് കണക്കാക്കി അതവരെ ഏൽപ്പിച്ച് ആ സ്ഥലത്ത് അത് വാങ്ങി അവിടെ വീട് ഒരുക്കാൻ സന്നദ്ധ സംഘടനയെ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. വയനാടിൻ്റെ ദുരന്തം ഒരു വലിയ ദുരന്തമാണ്. അത് വന്ന് കാണുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ.